നമ്മളെ സിനിമയിലെടുത്തു ഗൈസ്. ഇന്ന് ഞാനും ദേവും വിവിയും കൂടെ എറണാകുളം വരെ പോവാണ്. എറണാകുളം വരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വന്നിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇത് വ്ളോഗായിട്ട് വരും. ഇപ്പൊ തമിഴിലാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എണീറ്റ് സെറ്റാക്കി ആവുന്നുള്ളൂ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പനായിട്ട് വരാം. ഓക്കെ ബൈ. അങ്ങനെ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കണ്ട പച്ചക്കിട്ട് അല്ല കിടക്കാച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് വിവി വരും. വിവി വന്നിട്ട് വിവിയുടെ കൂടെ നമ്മൾ പോയിട്ട് ദേവിനെ എവിടുന്നെങ്കിലും, ദേവ് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിന് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പിടിച്ച് നിർത്തി പുള്ളിനെ ഇറക്കിയിട്ടാണ് ബാക്കി പരിപാടി. എന്നിട്ട് നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി എന്തെങ്കിലും കാഴ്ചകളുണ്ട് അപ്പോൾ കാണിക്കാം. ഇല്ലെങ്കിൽ പോയതിന് ശേഷം അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാം. എന്താ നടക്കുന്നത് നമുക്ക് ഒരു പിടിയില്ല. നല്ല നിലയിൽ പോവുമോ നാണം കിടുവോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ബാക്കി ഇനി പോകുന്ന വഴിയേ കാണാം. യെസ്, നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുന്നു. വിവി ഇപ്പോൾ വരും, കാത്തു നിൽക്കുക. ഭയങ്കര ട്രാഫിക് കാരണം നമ്മൾ ലേറ്റ് ആയി. അങ്ങനെ വിവി 100-150 പറപ്പിച്ച് വിടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺ ടൈമിന് എത്തിയില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നാണുകളും. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പറപ്പിക്കൽ പോക്കായിരുന്നു. ഈ പോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. അത്രയും സ്പീഡിൽ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ഇതിലെല്ലാം ഒരു സൈക്കിൾ കയറുന്ന പോലെയൊക്കെയാണ് ഈ വണ്ടി കയറ്റിക്കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓൺ ടൈമിന് എത്തണം. നമുക്ക് 3 മണിക്ക് അവിടെ എത്തണം. പക്ഷെ നമ്മൾ കരുനാഗപ്പള്ളി പാസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി. അതുകൊണ്ട് ഭയങ്കര സ്പീഡ്. ഈ സ്പീഡിൽ ഒന്നും ചെയ്യാൻ എൻ്റെ പൊന്നോ റോക്കറ്റ് പോലും പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഒക്കെ കണ്ട് പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയറി ഫുഡൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അങ്ങനെ 24-ലാണ് ഗൈസ് വന്നിരിക്കുന്നത്. 24 ന്യൂസിൽ തമ്മിൽ എന്ന് പറഞ്ഞ നമ്മളിപ്പോ എവിടെയാ? 24-ന്റെ സ്റ്റുഡിയോയില്. അതെ, എന്താ പ്രശ്നം? ഒന്നും അറിയാൻ വയ്യ. ഓക്കെ, ഇനി ബാക്കി എന്താന്നുള്ളത് സ്ക്രീനിൽ കാണാം. ഇവിടെ ഞങ്ങളെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മേക്കപ്പ് റൂമിൽ ഞങ്ങൾ ഒത്തിരി പേരെ കണ്ടു, പരിചയപ്പെട്ടു. നമ്മുടെ ചെകുത്താനെയൊക്കെ പരിചയപ്പെടാൻ ചാൻസ് കിട്ടി. പുള്ളി അവിടെ വന്ന് വിവിയുടെ ഫ്രണ്ടാണ്, അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ വേറെ അംഗമായിരുന്നു കേട്ടോ. കണ്ടന്റ് ക്രിയേറ്ററും റിയാക്ഷൻ ബ്ലോഗറുമായ മനു എം ജോൺ കണ്ണൂർ റിയാക്ഷൻ ബ്ലോഗറായിട്ട് മനുവിനെ അറിയപ്പെടുന്നു. റിയാക്ഷൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി നടക്കുന്ന ഒരു ഇഷ്യൂസിനെ വെച്ചിട്ട് നമ്മുടേതായ ഒപ്പീനിയൻസ് അതിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഓൺലൈൻ മീഡിയസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. ഈ പറയുന്ന നടിമാരുടെ ഒക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഈ ഓൺലൈൻ മീഡിയസ് മാറരുത്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള വ്യക്തമായുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവണം. ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയസ് എന്ന് പറയുമ്പോൾ ഈ കുറച്ച് ടാഗ് ഇട്ടവർ അവർ മാത്രമല്ല ഓൺലൈൻ മീഡിയസ്. സാധാരണ ഒരു ജനത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു ഫോൺ മേടിച്ചിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറ് തന്നെ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പ്രചരിപ്പിച്ചത്, അവർക്ക് പണം കിട്ടുന്നില്ലെന്ന്. തീർച്ചയായിട്ടും അവർക്ക് പണം കിട്ടുന്നുണ്ട്. അവർക്ക് ഫോളോവേഴ്സ് കൂടുമ്പോൾ വ്യൂസ് കൂടുമ്പോൾ അവർക്ക് ഒരു ഇന്റർവ്യൂ വരും, അല്ലെങ്കിൽ ന്യൂസ് ക്ലിപ്പിംഗ്സ് വരും, അവർ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറും. ശ്രീകണ്ഠൻ നായർ സാറിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുക എന്നുള്ളത് പലരുടെയും ഒരു വലിയ സ്വപ്നമാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി. അത് മാത്രമല്ല, ശ്രീകണ്ഠൻ നായർ സാറ് എന്നെ മനു എന്ന് പറഞ്ഞ് പേരെടുത്ത് വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയി അവരുടെ കൂടെ സെൽഫീസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിച്ചു. അതൊക്കെ ഈ ഒരു മേഖലയിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഇത് അവിടെ വെച്ച് ഞാൻ എടുത്ത ഫോട്ടോസാണ്. ആ സ്റ്റേജൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. ഇത് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസും ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റുമാണ്. ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ കട്ടൻ കുടിക്കുന്നു. ഈ ഒരു 10 മണി നേരത്ത് ഞാനിരുന്ന് ബൂസ്റ്റർ ചായ കുടിക്കുന്ന രംഗങ്ങളാണ് സുഹൃത്തുക്കളെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സാധനമായിരുന്നു. ഏതായാലും മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങൾ ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. മെത്തി വീടെത്തി. രാത്രി 12 മണിയായി തിരിച്ചു വന്നപ്പോൾ ഉറങ്ങി തൂങ്ങി ഇപ്പോൾ താഴെ വീഴും.
അങ്ങനെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു 24 ന്യൂസിൽ പോവുക, ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുക, അദ്ദേഹം മനു റിയാക്ഷൻ ബ്ലോഗർ ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നൊരു കാര്യം പറയുക. ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. മാലാ പാർവതി മാഡത്തിൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കാൻ പറ്റി. നിങ്ങളെ കാണുന്നത് മാത്രമല്ല, അല്ലാതെ ഞങ്ങൾ റൂമിൽ ഞാൻ, മാലാ പാർവതി, പിന്നെ ചെകുത്താൻ, അജിൻ, വിവി, ദേവ്, ഞങ്ങളൊക്കെ ഇരുന്നിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന വെച്ചിട്ടുണ്ടായിരുന്ന കലാം ബ്രോ, ഞങ്ങളൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസിനേക്കാൾ ഉപരി ഒരുപാട് പേര് ഈ 24 ന്യൂസിൽ കണ്ടതിന് ശേഷം അവരുടെ അസൂയയുടെ പൊട്ടിത്തെറി ഉണ്ടായത് എനിക്ക് കാണാൻ സാധിച്ചു. ചില ആൾക്കാർ അതോടുകൂടി എന്നെ നിരുത്സാഹപ്പെടുത്തി, ഇതിലൊന്നും പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ചർച്ചയിൽ പോകുന്നൊന്നും വലിയ കാര്യമില്ല, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കുറേ പേര് പറഞ്ഞു. കുറേ പേര് ഞാനിത് അയച്ചു കൊടുത്തിട്ടും വളരെ തിക് ഫ്രണ്ട്സായിട്ട് കണ്ടവർ മൈൻഡ് ചെയ്യാതായി. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായി കേട്ടോ. കുറേ ഒരാൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, നമ്മുടെ ആത്മാർത്ഥ മിത്രം. അങ്ങനെ കണ്ണുകടിക്കാരുടെയും അസൂയക്കാരുടെയും ഇടയ്ക്ക് എനിക്കതൊരു പ്രൗഡ് മൂമെൻറ്റും, അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ അവർക്കും ഒരു അഭിമാനം ഉണ്ടാക്കുന്ന മൂവ്മെൻ്റ് ആക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും കൊള്ളാം. 24 വരെയൊക്കെ നമ്മൾ എത്തിയെങ്കിൽ നമ്മുടെ യാത്ര ഇനി തുടരും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ഉടനെ അടുത്ത വീഡിയോ ഇട്ടാം. അപ്പോൾ